ഫ്രാൻസും സ്പെയിനും തമ്മിലുള്ള ആദ്യ സെമി ഫൈനൽ ലോക ഫുട്ബോളിലെ ഏറ്റവും ശക്തരായ യൂറോപ്യൻ ടീമുകൾ തമ്മിലുള്ള പോരാട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഫൈനൽ ബർത്തിനായി രണ്ട് ഫുട്ബോൾ ശക്തികൾ നേർക്കുനേർ എത്തുമ്പോൾ ആരാധകർക്കും പ്രതീക്ഷയേറെയാണ്. ഈ മത്സരത്തെപ്പറ്റി ആരാധകർക്ക് പറയാനുള്ളത് എന്തൊക്കെയാണ്? എന്താണ് അവരുടെ പ്രതീക്ഷകൾ? കാണാം പീപ്പിൾസ് ടോക്ക്. ലോകം കാൽപന്ത് കളിയുടെ ആവേശത്തിലാണ്. ആദ്യ സെമിയിൽ ഫ്രാൻസും സ്പെയിനും ഏറ്റുമുട്ടുകയാണ്. ആദ്യ മത്സരത്തിൽ ആരാണ് വിജയിക്കുക, ആരാണ് തോൽക്കുക? ജനത്തിൻ്റെ അഭിപ്രായം നമുക്ക് കേൾക്കാം. തീർച്ചയായും ഫ്രാൻസ് തന്നെ ആയിരിക്കും വിജയിക്കുക. ഇത്രയും നാളത്തെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഫ്രാൻസ് തന്നെ ആയിരിക്കും തീർച്ചയായും ഫൈനലിലെത്തുക. വേൾഡ് കപ്പും പ്രാവശ്യം ഫ്രാൻസ് തന്നെ ആയിരിക്കും നേടുക. ഫ്രാൻസിൻ്റെ ഫാനാണ്? അല്ല, ബ്രസീലാണ് തീർച്ചയായും. പിന്നല്ലാതെ ഫ്രാൻസ് നമ്മൾ സപ്പോർട്ട് ചെയ്തല്ലേ പറ്റുള്ളൂ. ഒരിക്കലും ഇല്ല. ഇല്ല സ്പെയിനും സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എംബാപ്പെ ചില്ലറക്കാരനല്ല, പക്ഷേ ഈ പറഞ്ഞ ഫുട്ബോളാണ്. ഏത് നിമിഷം എങ്ങനെ മാറി പറയും. അപ്പോൾ അർജൻറ്റീനയുടെ കളി തന്നെ 79-ാം മിനിറ്റിൽ അവിടുന്ന് അങ്ങോട്ട് ഉണ്ടായതും അവിശ്വസനീയമായിട്ടുള്ള പോരാട്ടം വന്നതും, അതുപോലെ തന്നെ ഇതിലും എന്തായാലും കരുത്തൊരു പോരാട്ടം പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഉഗ്രം കളിയാണ്. ഭയങ്കര ഈഗേളി വെയിറ്റിംഗ് ആണ്. നമ്മൾ സപ്പോർട്ട് ചെയ്ത ടീമൊക്കെ പോയി. അപ്പോൾ നിലവിൽ ഫ്രാൻസിന് സപ്പോർട്ട് ചെയ്യാം. അതാണ് അതെ, അത് തന്നെ. ഫ്രാൻസ് നല്ലൊരു ടീമാണ്. അവരെ മിഡ്ഫീൽഡ് ആണെങ്കിൽ അറ്റാക്കിംഗ് ആണെങ്കിൽ വളരെ നല്ലൊരു ടീമാണ് അവർ. സ്പെയിനിൽ പിന്നെ ഫിനിഷിങ്ങും പോരായ്മ ഉണ്ട്. ഒരു മിഡ്ഫീൽഡിൽ കളി സ്പീഡാക്കുണ്ടെങ്കിലും പക്ഷേ എംബാപ്പെ, ഡെമ്പലെ, ഒലീസസ് വിങ്ങിലൂടെയുള്ള രണ്ട് ടീമും നമുക്ക് മോശമാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ നന്നായി കളിക്കാൻ ഇപ്പോൾ ഒന്നുകൂടി മികച്ചായിട്ട് ഫ്രാൻസാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ സത്യത്തിൽ ബ്രസീലായിരുന്നു. ബ്രസീലിൽ നമ്മുടെ ടീം തോറ്റു. അതിന് നന്നായി കളിക്കുന്ന ടീമുകളിലപ്പോൾ ഒന്നുകൂടി നമ്മൾ സപ്പോർട്ട് ചെയ്യാന്ന് മാത്രം. അതെ, അങ്ങനെയും പറയാം. അതെ, ജയിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഫ്രാൻസ് വരണമെന്നാണ്. കാരണം അല്ല, അർജന്റീന ഫാനാണ്. അല്ല, അർജന്റീന ഫാനാണ്. കാരണം അവർ വീണ്ടും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വന്നിട്ട് വീണ്ടും അർജന്റീന കപ്പെടുക്കണം എന്നാണ് താല്പര്യം. വരണം, എന്നിട്ട് വീണ്ടും അർജന്റീന കയറിയിട്ട് അർജന്റീന കിട്ടണമെന്നാണ് താല്പര്യം. അതുകൊണ്ട് ഫ്രാൻസ് വരണം എന്നാണ് ഫൈനലിക്ക്. സ്പെയിനാണ് സാധ്യത. സ്പെയിൻ നല്ല ടീം, നല്ല ശക്തിയുള്ള ടീമാണ്. നന്നായി കളിച്ച ടീമാണ്. കയറി വരാൻ സാധ്യതയുണ്ട്. ഫൈനലിലേക്ക് എത്തും. സ്പെയിൻ ഫൈനലിലേക്ക് എത്തും. ഞാൻ ഈ സെമിയിൽ സപ്പോർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഫ്രാൻസാണ്. ഫ്രാൻസ് ഇപ്പോൾ സെറ്റ് ടീമാണെന്ന് വെച്ചാൽ ഒലീസ്, എംബപ്പെ, അവരൊക്കെ ഒലീസൊക്കെ നന്നായി അസിസ്റ്റ് ചെയ്യൽ, എംബപ്പൊക്കെ നല്ല സപ്പോർട്ട് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ മിക്കവാറും ഫ്രാൻസാണ് ഇപ്രാവശ്യം സാധ്യത കൂടുതൽ ഈ സെമിയിലുള്ളത്. ഫ്രാൻസിനെ സപ്പോർട്ട് ചെയ്യണേ. എംബാപ്പയ്ക്ക് ഡ്രീമാണല്ലോ ശരിക്കും. ഇത് കഴിഞ്ഞ തവണ കരഞ്ഞിട്ടാണല്ലോ പോയത്, ഓർമ്മയുണ്ടോ? അപ്പോൾ ഇത്തവണ അവൻ ജയിക്കട്ടെ. ഉണ്ട്, ആയിക്കോട്ടെ. എന്നാലും അവൻ ഫൈനലിൽ അവൻ വരട്ടെ. പിന്നെ അർജന്റീന ഫൈനലിൽ വരട്ടെ. അടിക്കണം. ഞാൻ കൂടുതലും സ്പെയിനാണ്. അവരൊരു കളി നൈസായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കണ്ട കളികളിലൊക്കെ അവർ നന്നായി കളിച്ചിട്ടുണ്ട്. എന്തായാലും അലക്കും, ഉറപ്പാണ്. ഉണ്ട്. സ്പെയിൻ നന്നായി കളിച്ചിട്ടുണ്ട് ഇതുവരെ. അതെ, എന്തായാലും ഫൈനലിലേക്ക് എത്തും. യെസ്, ഞാൻ ഫ്രാൻസിനെ സപ്പോർട്ട് ചെയ്യണത്. കാരണം ഫ്രാൻസിൽ ഫുൾ യങ്സ്റ്റേഴ്സൊക്കെ ഉണ്ടല്ലോ, കൂടുതൽ കളി വരാൻ അവിടെ ചാൻസ് ഉള്ളത്. സ്പെയിനും ഇഷ്ടമാണ്, പക്ഷേ ഫ്രാൻസ് ജയിക്കുള്ളൂ ഉണ്ട്. പക്ഷേ അടിക്കാൻ നമ്മൾക്ക് എംബാപ്പെ ടീമൊക്കെ ഉണ്ടല്ലോ, തകർക്കും. അതെ, ഫൈനലിലെത്തും. ഞാൻ അർജന്റീനയാണ്. ഫ്രാൻസിന് തന്നെ കിട്ടണം ഞങ്ങൾക്ക്. രണ്ടാമതും ഒരു ഫൈനലടിക്കണം. അർജന്റീന ഫാനാണ്. അതെ, അവസാനത്തേക്കൊന്നും വെക്കണില്ല. ആദ്യം തന്നെ കൂട്ടാനുള്ള രീതി. ജയിക്കട്ടെ. ഫ്രാൻസ് ആവും ജയിക്കാം. അർജന്റീന. ഫൈനലിൽ ഫ്രാൻസും അർജന്റീനയും വരണം. എത്തും എന്നാണ് വിശ്വാസം. തീർക്കണം, കപ്പ് എടുക്കണം. അതെ, അതാണ് ആഗ്രഹം.